ഹലോ ഡിയേഴ്സ്, നീറ്റ് 2025 കട്ട് ഓഫുമായി ബന്ധപ്പെട്ട ഒരു പ്രഡിക്ഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ ഒരുപാട് സ്റ്റുഡൻസ് കമന്റ് ആയിട്ട് ചോദിച്ച കാര്യമാണ്, എന്റെ സ്കോർ ഇത്രയാണ്, എന്റെ റാങ്ക് ഇന്നതാണ്, എന്റെ കാറ്റഗറി ഇതാണ്, എനിക്ക് ഇത്തവണ കേരളത്തിലെ ഗവൺമെന്റ് MBBS കിട്ടുമോ, അതുപോലെ ഓൾ ഇന്ത്യ കോട്ട വഴി MBBS കിട്ടുമോ, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് MBBS കിട്ടുമോ, അതല്ലെങ്കിൽ ഡെന്റൽ, വെറ്റിനറി അല്ലെങ്കിൽ മറ്റു കോഴ്സുകളിലോട്ട് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള രീതിയിലെല്ലാം ഒരുപാട് കമന്റുകൾ എനിക്ക് അതിനകത്ത് കാണാൻ സാധിച്ചു. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോകൾ ചെയ്യുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അതിന്റെ ആ ഒരു ആദ്യത്തെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം അതിലോട്ട് പോകുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഇപ്പം ഗവൺമെന്റ് MBBS അല്ലെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, അതായത് 2024 ഡീറ്റെയിൽസും അതിന്റെ സ്കോറും, ഒപ്പം അത് 2025 എങ്ങനെയാകാം എന്നുള്ള എൻ്റെ ഒരു പ്രഡിക്ഷനുമാണ് ഇതിനകത്ത് ഞാൻ പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അപ്പം ആ ഒരു ഇനി സെൽഫ് ഫിനാൻസിങ് MBBS കോളേജസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളെ കാത്ത് അത്തരത്തിലൊരു വീഡിയോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഡെന്റൽ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട മറ്റ് കോഴ്സുകളിൽ വെറ്റിനറിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റ് കോഴ്സുകളുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്കൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഒപ്പം മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ചാനലിന്റെ പേര് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നീറ്റ് കീം JEE ട്രിക്സ് എന്നാണ്. അപ്പം JEEക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നീറ്റ് കീമിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവർ, നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഷോർട്ട് ട്രിക്കുകളാണ് നമ്മുടെ ചാനലിനകത്ത് നമ്മൾ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനി അപ്ലോഡ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ റാങ്ക് തന്നെ മാറ്റിമറിക്കും. കാരണം 2025 നീറ്റിലെ ഫിസിക്സ് ടഫ് ആയിരുന്നു, ലെങ്തി ആയിരുന്നു, എന്നാൽ പോലും അതിനകത്ത് പോലും നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് ആൻസറിലോട്ട് എത്താവുന്ന രീതിയിലുള്ള ട്രിക്കുകളുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ നിങ്ങളുടെ റാങ്ക് തന്നെ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഭാവിയിൽ നീറ്റ് എഴുതാൻ ആഗ്രഹിക്കുന്ന +1ലോ +2ലോ അല്ലെങ്കിൽ ഇനിയിപ്പം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവർക്കൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ട്രിക്കുകൾ ഒരുപാട് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതിനകത്ത് ട്രിക്കുകൾ, അതുപോലെ നീറ്റിന്റെ ആ ഒരു മോട്ടിവേഷൻ സ്ട്രാറ്റജി, അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാൻ ഒരുപാട് സ്റ്റുഡൻസ് അതിനകത്തുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു ട്രിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനേ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്ത ട്രിക്കുകളിലൊക്കെ താഴെയുള്ള സ്റ്റുഡൻസിന്റെ ആ ഒരു ഫീഡ്ബാക്ക്, അവരുടെ കമന്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് എത്രത്തോളം അവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് മനസ്സിലാകും. സോ നമ്മൾ അധികം ഞാൻ ഇനി ഇങ്ങനെ പറയുന്നില്ല, നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. അപ്പം കഴിഞ്ഞ വർഷം STയിൽ 22,304 കേരള റാങ്കാണ് പറയുന്നത്. സ്കോർ 415. ലാസ്റ്റ് റാങ്ക് അവിടെ പോയത് GMC പാലക്കാടേക്കാണ് ലാസ്റ്റ് റാങ്ക് പോയത്. അപ്പം ST കാറ്റഗറിയിൽ 415 വന്നത്. അപ്പം ഞാൻ ഇത്തവണ അത് എങ്ങനെയാകും എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാണ്, ഇത്തവണ നിങ്ങൾ ഏത് പ്രഡിക്ഷൻ വീഡിയോ കാണുകയാണെങ്കിലും പ്രഡിക്ഷൻ കാണുകയാണെങ്കിലും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുക, ഇത്തവണ പ്രഡിക്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഫിസിക്സിൽ അതിനകത്ത് 10ഉം 15ഉം ക്വസ്റ്റ്യൻ പോലും പലർക്കും ചെയ്യാൻ നന്നായിട്ട് കൺസെപ്റ്റ് ഒക്കെ അറിയുന്ന ഒരാൾക്ക് അത് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഒരു 15-20 എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ റാങ്ക് എങ്ങനെ വേണമെങ്കിലും മറിയാം. അത് മാത്രമല്ല ബയോളജി ലെങ്തി ക്വസ്റ്റൻ ആയിരുന്നു. അത് കഴിഞ്ഞ് വന്ന് ഫിസിക്സിലോട്ടൊക്കെ എത്തിയപ്പോഴേക്കും ടൈം മാനേജ്മെന്റ് വലിയൊരു ഇഷ്യൂ ആയിട്ടുണ്ട് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഇത്തവണ റാങ്ക് കട്ട് ഓഫ് ഒക്കെ എത്ര വേണേലും താഴേക്ക് നമുക്ക് പോകാം എന്ന് പ്രതീക്ഷിക്കാം. കാരണം അതിനകത്ത് നമുക്ക് പ്രഡിക്ഷൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന പ്രഡിക്ഷനെ പോലും നിങ്ങൾ ഒരുപാട് പേര് എത്ര കിട്ടുമോ ഇങ്ങനെ ചോദിക്കുമ്പോൾ ജസ്റ്റ് ഒരു റേഞ്ച് പറയുന്നതാണ്. അതിന്റെ താഴേക്ക് ഒരുപാട് ചിലപ്പം പോകാം, അല്ലെങ്കിൽ മുകളിലോട്ട് കുറച്ചുകൂടി പോകാം. ആ രീതിയിൽ നിങ്ങൾ അതിനെടുക്കുക. അപ്പം ഇവിടെ 415 അതിനകത്ത് ഞാൻ പറയുന്നത് 280 റേഞ്ചിലോട്ടുള്ള 280 അതിനകത്ത് റേഞ്ച് വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നു. അപ്പം വേണമെങ്കിൽ വീണ്ടും ഒരുപാട് ഇങ്ങോട്ടേക്ക് പോകാം, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകാം. എനിവേ അതിനകത്ത് ആ കാര്യം ഞാൻ പറഞ്ഞു. പിന്നീട് ST കാറ്റഗറിയുടെ കാര്യം പറഞ്ഞു. ദെൻ SC കാറ്റഗറിയിലോട്ട് വരുമ്പോൾ അതിനകത്ത് 523 ആയിരുന്നു കഴിഞ്ഞ തവണത്തെ സ്കോർ. അതായത് 14,549 കേരള റാങ്ക്. GMC പാലക്കാടേക്ക് തന്നെയാണ് പോയത്. അപ്പോൾ ഇത്തവണ അതിനകത്ത് ഒരു SCയിലെ പ്രഡിക്ഷൻ പറയുകയാണെങ്കിൽ ഞാൻ അതിനകത്ത് ഒരു 390 അതിനകത്ത് ഒക്കെ ആ ഒരു റേഞ്ചിലോട്ടൊക്കെ പോയേക്കാം. ചിലപ്പോൾ ഒരുപാട് താഴോട്ട് വീണ്ടും വന്നേക്കാം, ചിലപ്പോൾ കുറച്ചുകൂടി മുകളിലോട്ട് പോയേക്കാം. അപ്പോൾ എല്ലാ റേഞ്ചിനും എല്ലാ പ്രഡിക്ഷനും അങ്ങനെ തന്നെയാണ് അതിനകത്ത്. കാരണം കാറ്റഗറി ഒക്കെ ആകുമ്പോഴേ അതിനകത്ത് ഒരുപാട് ആളുകളുടെ അവൈലബിലിറ്റി അനുസരിച്ചൊക്കെ വലിയ മാറ്റം വരും. കാരണം ഇപ്പം ഈ ലാറ്റിൻ അല്ലെങ്കിൽ ഇനിയിപ്പം അങ്ങോട്ടേക്ക് നമ്മൾ പറയാൻ പോകുന്ന മറ്റ് KN KU അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഹിന്ദു, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, അങ്ങനെയൊക്കെ ഒരുപാട് കാറ്റഗറി, വിശ്വകർമ്മ, അതിനകത്തൊക്കെ ആളുകളുടെ ആ ഒരു എത്രത്തോളം സ്റ്റുഡൻസ് അതിനകത്തുണ്ട് എന്നതിനൊക്കെ അനുസരിച്ച് വലിയ മാറ്റങ്ങൾ അതിനകത്ത് വരും. അപ്പം നമുക്ക് അതൊക്കെ പ്രഡിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അതിനകത്ത് ലാറ്റിൻ അതിനകത്ത് ഞാൻ പറയാ ഒരു 515 വേണമെങ്കിൽ എത്തിയേക്കാം എന്നുള്ളതാണ്. അപ്പം കഴിഞ്ഞ വർഷം അത് 3101 റാങ്ക്, 645 ആയിരുന്നു സ്കോർ. GMC ഇടുക്കിയാണ്. ഇത്തവണ അത് 515 പോയേക്കാം എന്നുള്ളതാണ്. ദെൻ ധീവരയിലോട്ട് വരുമ്പം അതിനകത്ത് 8490, 589 ആയിരുന്നു കഴിഞ്ഞ വർഷം. അപ്പം
GMC ഇടുക്കി തന്നെയാണ്. അപ്പോൾ ഇത്തവണ അത് 589 എന്നുള്ളത് ഒരു 460 റേഞ്ചിലോട്ടൊക്കെ വേണമെങ്കിൽ എത്തിയേക്കാം. അത് വേണമെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ താഴോട്ടേക്കും പോയേക്കാം. കാരണം ഈ കാറ്റഗറിയിലൊക്കെ ഇത്തരം കാറ്റഗറികളിലൊക്കെ ആളുകളുടെ എണ്ണം അനുസരിച്ച് വലിയ വലിയ മാറ്റങ്ങൾ അതിനകത്ത് വന്നേക്കാം എന്നുള്ളതാണ്. ദെൻ VK വിശ്വകർമ്മയൊക്കെ ആണെങ്കിൽ അതിനകത്ത് 2197, 656, ദെൻ 525 അപ്പോൾ എൻ്റെ പ്രഡിക്ഷൻ അതിനകത്ത്. GMC കോന്നിയാണ് കഴിഞ്ഞ വർഷം പോയത്. പിന്നെ BH ബാക്ക്വേർഡ് ഹിന്ദു അതിനകത്ത് 2253 655 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ സ്കോർ. അപ്പോൾ ഇത്തവണ അത് 525 റേഞ്ചിലോട്ട് തന്നെയാണ്. അതിനകത്ത് ആ ഒരു റേഞ്ചിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. GMC ഇടുക്കിയാണ് അവർ പോയത്. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ അതിനകത്ത് 2685 650 520 ഇത്തവണത്തെ ഞാൻ അതിനകത്ത് ഒരു പ്രഡിക്ഷൻ. GMC മഞ്ചേരി ഒക്കെ അതിനകത്ത് പോയേക്കാം എന്നുള്ളതാണ്. പിന്നീട് KN 9950 554 ആയിരുന്നു കഴിഞ്ഞ വർഷം. അത് GMC കോന്നി. ഇത്തവണ അത് ഒരു 425 വേണമെങ്കിൽ എത്താം എന്നുള്ളതാണ്. പിന്നീട് KU 14436 കഴിഞ്ഞ വർഷം 525 ആയിരുന്നു. അപ്പം 525 എന്ന് പറയുമ്പം അതൊരു 390 അല്ലെങ്കിൽ അതിനൊക്കെ ഒരുപാട് വേണമെങ്കിൽ താഴോട്ടൊക്കെ പോകാം കേട്ടോ. കാരണം ഇത്തവണത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ദെൻ EZ 2483 ഇഴവ കാറ്റഗറിയിൽ. അതിനകത്ത് 652 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ സ്കോർ. ഇത്തവണ അതൊരു 520 ഞാൻ അതിനകത്ത് പറയുന്നു. GMC ഇടുക്കി. ദെൻ EWS 3320. അപ്പം അതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 643 ആയിരുന്നു കഴിഞ്ഞ തവണത്തെ സ്കോർ. അപ്പോൾ ഇത്തവണ 643 എന്ന് പറയുമ്പോൾ അത് 510 വേണമെങ്കിൽ എന്ത് ചെയ്യാം, എത്താം എന്നുള്ളതാണ്. GMC ഇടുക്കി. അപ്പം പിന്നീട് അതിനകത്ത് SM-ന്റെ മുന്നേ നമ്മുടെ മുസ്ലിം കാറ്റഗറിയിൽ 1729. ദെൻ 662 ആയിരുന്നു അതിൻ്റെ സ്കോർ. GMC ഇടുക്കി. അപ്പോൾ അതിനകത്ത് 662 എന്ന് പറയുമ്പോൾ 530 അതിനകത്ത് ഞാൻ കാണുന്നത്. ദെൻ സ്റ്റേറ്റ് മെറിറ്റിൽ 950 ആയിരുന്നു കേരള റാങ്ക് പോയത്. 675 ആയിരുന്നു സ്കോർ. എന്ന് പറയുമ്പോൾ ഞാൻ അതിനകത്ത് കാണുന്ന പ്രഡിക്ഷൻ 545. അപ്പോൾ കേരളയുടെ ആ ഒരു ജനറൽ കട്ട് ഓഫ് എൻ്റെ ഫ്രം മൈ വ്യൂ പോയിന്റ് ഞാൻ പറയുന്നു ഒരു 545 540 അല്ലെങ്കിൽ താഴോട്ടൊക്കെ പോകാട്ടോ. GMC മഞ്ചേരിയാണ് കഴിഞ്ഞ വർഷം പോയത്. അപ്പം ഇനി നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് MBBS വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമെന്ന് നല്ലതാണ്. കഴിഞ്ഞ വർഷത്തെ അതൊക്കെ ഓക്കെയാണ്. ഈ പ്രഡിക്ഷൻ നിങ്ങൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് കണ്ടു പോയാൽ മതി. ദാറ്റ്സ് ഓൾ. അപ്പം നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം നോക്കാം. ഇനി സെൽഫ് ഫൈനാൻസിങ് വീഡിയോക്ക് വേണ്ടിയിട്ട് അതുപോലെ ട്രിക്കുകൾ വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾ ലൈക്ക്, കമന്റ്, ഷെയർ ഒക്കെ മാക്സിമം പ്രതീക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.